അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോരുത്തർക്കും നിയമം നൽകുന്ന ചില അവകാശങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിനോ അവർക്കോ പല അവകാശങ്ങളും നിയമങ്ങളും ഉറപ്പാക്കുന്നുണ്ട്. അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് റൈറ്റ് ടു റിമെയിൻ സൈലന്റ്, അതായത് ചോദിച്ചാൽ മുഴുവൻ കാര്യങ്ങളും പറയേണ്ടതില്ല എന്നാണ്. ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്താൽ അയാൾക്ക് നിശബ്ദതയുടെ അവകാശമുണ്ട്, അതായത് ഒന്നും പറയാതിരിക്കാനും അവകാശമുണ്ടെന്ന്. അടുത്തത് നിങ്ങളുടെ അറസ്റ്റിന് കാരണം അറിയാനുള്ള അവകാശമാണ്. ബന്ധുവിനെ അറിയിക്കാനുള്ള അവകാശം, അഭിഭാഷകന്റെ സഹായം തേടാനുള്ള അവകാശം എന്നിങ്ങനെ നീളുന്നു നിങ്ങളുടെ അവകാശങ്ങൾ. അഭിഭാഷകനോടൊപ്പം സംസാരിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് എന്നറിഞ്ഞല്ലോ. എന്നാൽ എല്ലാവർക്കും തന്നെ പണമടച്ച് അഡ്വക്കേറ്റിനെ സമീപിക്കാനാകുമോ? അതിന് സാധിക്കാത്തവർ എന്ത് ചെയ്യും? അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് സർക്കാർ സൗജന്യ നിയമസഹായം നൽകുന്നത്. ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് 1987 പ്രകാരം ഫ്രീ ലീഗൽ എയ്ഡ്സ് ലഭിക്കുന്നവർ ആരൊക്കെയാണെന്ന് അറിയാമോ? സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ, സ്ത്രീകളും കുട്ടികളും, SC/ST വിഭാഗക്കാർ, ജയിൽ തടവുകാർ, ഡിസാസ്റ്റർ വിക്ടിംസ് എന്നിവർക്കാണ് ഗവൺമെന്റിന്റെ നിയമസഹായം ലഭിക്കുകയുള്ളൂ. നിങ്ങളെയോ നിങ്ങളുടെ സുഹൃത്തിനെയോ അറസ്റ്റ് ചെയ്യുമ്പോൾ അറസ്റ്റ് ഓഫീസർ ആരാണെന്നും അവരുടെ ഐഡന്റിറ്റി എന്താണെന്നും ചോദിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. പിന്നീട് FIR രജിസ്റ്റർ ചെയ്താൽ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ആവശ്യപ്പെടുക മാത്രമല്ല 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കണമെന്നും നിയമം പറയുന്നുണ്ട്. അതും നിങ്ങൾക്ക് ആവശ്യപ്പെടാം. കൂടാതെ സൗജന്യ അഭിഭാഷകനായ പബ്ലിക് ഡിഫൻഡറിന്റെ സേവനം ആവശ്യപ്പെടാം. ഇതൊക്കെ മനസ്സിലാക്കിയാൽ നിങ്ങളെ അന്യായമായി അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം വന്നാലും നിയമം നിങ്ങളുടെ പക്കലിരിക്കും. ഓരോ അറിവും നിങ്ങൾക്ക് ശക്തിയുമേകും.